എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീനയും ഔതുക്കുട്ടിച്ചായനും ഭയങ്കരമായിട്ട് പരസ്പരം അടുത്തു. ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഒരു ജന്മത്തിൻ്റെ അടുപ്പം വന്നു എന്നൊക്കെ പറയില്ലേ, അതുപോലെയായി ഔതുക്കുട്ടിച്ചായനും അലീനയും തമ്മിലുള്ള ബന്ധം. ഇനി അങ്ങോട്ട് എന്ത് പ്രശ്നം വന്നാലും അലീനയുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നത് ഔതുക്കുട്ടിച്ചായനാട്ടോ. അങ്ങനെ ഇരിക്കെ അലീന വീട്ടിൽ എല്ലാ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അലീന ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. വൈകിട്ടായി കഴിഞ്ഞാൽ വീട് നിറച്ച് ലൈറ്റ് ഇടും. അതിൻ്റെ പകുതി ലൈറ്റ് മതി ആ വീട്ടിൽ വെട്ടം കിട്ടാൻ. പക്ഷെ വെറുതെ പൈസ അവിടെ ചിലവാകുന്നുണ്ട് എന്ന് അലീന കാണുന്നു. അന്നേരം അലീന മനസ്സിന് ഓർക്കുന്നുണ്ട്, കുറച്ച് ദിവസങ്ങൾ ഇവിടെ നിന്ന് കഴിയുമ്പം ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തി എടുക്കണം എന്ന്. അതുപോലെ അടുക്കളയിലേക്ക് ചെല്ലുന്ന അലീന കാണുന്നത് പൗലോസ് എല്ലാം ഭയങ്കരമായിട്ട് ധാരാളിച്ച് ഉപയോഗിക്കുന്നതാണ്. പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്തിരി വാടിയതാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ചെറിയ കേടുണ്ടെങ്കിലോ അത് മൊത്തത്തിലെടുത്തങ്ങ് കളയുന്ന രീതിയൊക്കെ അലീന കാണുന്നുണ്ട്. അത് ഒരു ദിവസം 2 ദിവസമായി ഇത് കാണുന്നു. അത് കഴിഞ്ഞ് അലീന പയ്യെ അടുക്കളയിൽ കയറിയിട്ട് ചോദിക്കും പൗലോസിനോട്, എന്തിനാണ് ഇതൊക്കെ ഇതുപോലെ വേസ്റ്റ് ആക്കുന്നത്, ഇതിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കുന്നു. അന്നേരം പൗലോസ് പറയും, വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് സാബിന് കുഴപ്പമൊന്നുമില്ല എന്ന്. അതുപോലെ മിച്ചം ഭക്ഷണം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും അതും നേരെ കൊണ്ട് വേസ്റ്റ് തട്ടുവാണ്. അന്നേരം അലീന ചോദിക്കും, എന്തിനാണ് ആ ഭക്ഷണം വെറുതെ കളയുന്നത്, അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ ചൂടാക്കി കഴിക്കത്തില്ലേ എന്ന് ചോദിക്കുമ്പം സാബ് അത് കഴിക്കില്ല എന്ന് പറയും. അന്നേരം അലീന ചോദിക്കും, കഴിക്കില്ലെങ്കിൽ ഇവിടുത്തെ പട്ടികൾക്ക് കൊടുക്കാൻ മേലെന്ന് ചോദിക്കുമ്പം അത് വേറെ ഇനമാണ്, അതുങ്ങൾക്ക് ഇതൊന്നും പോരാ എന്ന് പറയുമ്പം വീണ്ടും അലീന ചോദിക്കും, എങ്കിൽ ഈ വീട്ടിലെ ജോലിക്കാരില്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അത് ചൂടാക്കി കഴിക്കത്തില്ലേ, എന്തിനാ അത് വെറുതെ പാഴാക്കി കളയുന്നത് എന്ന് ചോദിക്കുമ്പം പൗലോസ് പറയുവാണ്, അത് ചൂടാക്കിയൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും കൊച്ചേ, കുഞ്ഞെന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നത്, ഇതൊക്കെ വർഷങ്ങളായിട്ട് ഞാനാണ് നോക്കുന്നത്, ഞാനിതൊക്കെ ശ്രദ്ധിച്ചോളാം എന്ന്. അന്നേരം അലീന പറയും, അത് പോരല്ലോ പൗലോസേട്ടാ, ഇനി അങ്ങനെ പാടില്ല, ഇങ്ങനെ ആവശ്യമില്ലാതെ ഇങ്ങനെ പണം ചിലവാക്കേണ്ട കാര്യമില്ല, ഓരോന്നും അതിൻ്റേതായ രീതിയിൽ ഉപയോഗിച്ചാൽ മതി. ഭക്ഷണം വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചേരെ, അത് ഞാൻ ചൂടാക്കി കഴിച്ചോളാം എന്ന് പറയുവാണ്. അതൊന്നും പൗലോസിന് ഇഷ്ടപ്പെടുന്നില്ലേ. അന്നേരം പൗലോസ് പറയുന്നുണ്ട്, ഇവിടെ ചില രീതികളുണ്ട്, അതൊക്കെ സാബു പറയുന്നതനുസരിച്ചാണ്, അല്ലാതെ കുഞ്ഞിങ്ങനെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലാണ് പൗലോസ് പറയുന്നത്. ഇതിൻ്റെ പേരിൽ പൗലോസ് സ്റ്റാലിയോട് പോയി പരാതിയും പറയുന്നുണ്ട്. സ്റ്റാൻലി ഇത് അലീനോട് സംസാരിക്കും. അലീനോട് പറയുന്നുണ്ട്, നീ അടുക്കളയുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണ്ട, അത് പൗലോസ് നോക്കിക്കോളും, വർഷങ്ങളായിട്ട് അവനാണ് നോക്കുന്നത് എന്ന്. അന്നേരം അലീന സ്റ്റാൻലിയോട് അപ്പം തന്നെ പറയുന്നുണ്ട്, പപ്പ അറിയാഞ്ഞിട്ടാണ്, അടുക്കളയിൽ ഒരുപാട് ദുർച്ചെലവുകളുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ഇങ്ങനെ ഭക്ഷണം ചിലവാക്കി കളയേണ്ട കാര്യം എന്താണ് എന്ന് ചോദിക്കുമ്പം സ്റ്റാൻലി പറയുവാണ്, ഞാൻ അധ്വാനിച്ച് ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് എങ്ങനെ ജീവിക്കണം എന്ന് എനിക്കറിയാം, അല്ലാതെ ഇനി അടുക്കളയിൽ മിച്ചം പിടിച്ചിട്ടാണോ ഞാൻ ജീവിക്കാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, പപ്പയുടെ ഡൈനിങ് ടേബിളിൽ വില കൂടിയ ഭക്ഷണങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ച് വെറുതെ പാഴാക്കി കളയുമ്പോൾ, ഉപയോഗിക്കാതെയും ഉപയോഗിച്ചുമൊക്കെ പാഴാക്കി കളയുമ്പോൾ 10-23 വർഷക്കാലം ഇതുപോലെ ഒരു ഭക്ഷണം കഴിക്കാൻ കൊതിച്ച് പപ്പയുടെ മോൾ അനാഥാലയത്തിലായിരുന്നു എന്ന കാര്യം മറന്നു പോകരുത്. ഇതുപോലെ ഭക്ഷണം കഴിക്കാൻ കൊതിച്ച് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഈ ലോകത്തുണ്ട് പപ്പ, ഇതൊന്നും ശരിയല്ല എന്ന് പറയുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് ഇത്തിരി വിഷമം വരുന്നുണ്ട്. കാരണം പപ്പ ഇവിടെ ധാരാളിത്തം കാണിച്ച് ഓരോന്ന് ചെയ്തപ്പം അതിൻ്റെ ഫലം അനുഭവിച്ചതും പപ്പയുടെ മകൾ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് അലീന സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് അലീനയോട് അതിലൊന്നും ഇടപെടേണ്ട, അത് ആ രീതിയിൽ അങ്ങ് പൊയ്ക്കോട്ടെ എന്നാണ് സ്റ്റാൻലി അപ്പോൾ പറയുന്നത്. അതിനുശേഷം വീണ്ടും പൗലോസ് ഇതേ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പാടില്ല എന്ന് അലീന പറയുന്നുണ്ട്. പക്ഷേ പൗലോസിനെ അനുസരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഇത്ര കാലവും ഇതിനൊന്നും ചോദ്യം ചെയ്യാൻ ആരുമില്ലായിരുന്നല്ലോ. അലീന പെട്ടെന്ന് കയറി ചോദ്യം ചെയ്തപ്പോൾ അങ്ങേർക്കത് ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് നല്ല വിലയുള്ള മീനെ മേടിക്കുകയുള്ളൂ, അതിൻ്റെ തലയും വാലും ഒക്കെ കയറ്റി വെച്ച് കണ്ടിച്ച് കളയും, അതിൽ വീണ്ടും ദശയൊക്കെ ഉണ്ട്, അത് കുറച്ചുകൂടി ഒന്ന് നേരാവണ്ണം നോക്കി വെട്ടുവാണെങ്കിൽ ഒരാൾക്ക് കഴിക്കാനുള്ള മീനാണ് നഷ്ടപ്പെടുന്നത് എന്നൊക്കെ അലീന പറയുമ്പം ഒരു കളിയാക്കലാട്ടോ അയാൾക്ക്. ഒരു തവണ ഇതേ കാര്യം അലീന പറഞ്ഞിട്ടും അയാൾ അലീനെ കാണിക്കാൻ വേണ്ടി തന്നെ ആ രീതിയിൽ കട്ട് ചെയ്ത് ബാക്കി വേസ്റ്റ് കൊണ്ട് തട്ടും. അലീന പറയും, ആ വേസ്റ്റിലേക്ക് എടുത്ത് മാറ്റി വെച്ച സ്ഥലത്ത് നിന്ന് അത് എടുക്കാൻ പറയും. പൗലോസ് എടുക്കില്ല, ആകെ പ്രശ്നമാവും. പൗലോസ് സ്റ്റാൻലി വിളിക്കും. അന്നേരം സാബു പറഞ്ഞാൽ ഞാനത് ചെയ്യാം എന്നുള്ള രീതിയിൽ നിൽക്കുവാണ് പൗലോസ്. അന്നേരം അലീന പറയും, ആ നിൽക്കുന്ന പപ്പയുടെ മോളാണ് ഞാനാ പറയുന്നത്, അത് പാഴാക്കി കളയാൻ പാടില്ല, എടുക്കാൻ പറഞ്ഞാൽ എടുത്തിരിക്കണം എന്ന് പറയും. അന്നേരം സ്റ്റാൻലി ഇതിപ്പോൾ ആരുടെ കൂടെ നിൽക്കണം എന്നോർത്ത് ഇങ്ങനെ നിൽക്കുവാണേ. അന്നേരം നമ്മുടെ ഔതുക്കുട്ടിച്ചായൻ അവിടെയുണ്ട്. ഔതുക്കുട്ടിച്ചായൻ പറയും, അവൾ പറഞ്ഞു കേട്ടില്ലേ, ചെയ്യടാ അത് എന്ന് പറയുവാണ്. അന്നേരം പിന്നെ വേറെ നിവൃത്തിയില്ലല്ലോ, പൗലോസ് അത് ചെയ്യുന്നു. പക്ഷേ സ്റ്റാൻലിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. സ്റ്റാൻലി അവിടെ നിന്ന് മുഖം വീർപ്പിച്ച് ഇറങ്ങി പോകും കേട്ടോ. എന്നുവെച്ചാൽ സ്റ്റാൻലി പറഞ്ഞത് അലീന കേട്ടില്ല, അലീന അവിടെ ഭരിക്കാൻ ചെന്നു എന്നൊരു രീതി. എന്നുവെച്ചാൽ
തൊഴിലാളികളുടെ മുമ്പിൽ പണിക്കാരുടെ മുമ്പിൽ സ്റ്റാൻലിയുടെ വില ഇടിഞ്ഞു പോയതുപോലെ സ്റ്റാൻലിക്ക് തോന്നുവാണ്. ഇതിൻ്റെ പേരിൽ സ്റ്റാൻലിയും അലീനയും പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അലീന പറയും ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഇതൊന്നും ഞാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം എന്ന് പറയുമ്പം സ്റ്റാൻലി ചോദിക്കും അങ്ങനെ പോകാനാണോ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന്. പക്ഷേ മകളുടെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ സ്റ്റാൻലിക്ക് ഉദ്ദേശമില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാൻലി പൗലൂസിൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പറയും. പക്ഷേ അത് നേരെയാക്കിയേ അടങ്ങുള്ളൂ എന്ന അലീന. അങ്ങനെ പൈസ മിച്ചം പാഴാക്കി കളയാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് അലീനയും പറയും. പിന്നെ ഇതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പിണക്കമൊക്കെ വരുന്നുണ്ട് പപ്പയും മോളും തമ്മിൽ. അതിൻ്റെ പേരിൽ അലീന പട്ടിണി കിടക്കുക കേട്ടോ. ഓരോ ദിവസം ഇടപെട്ട് ഞാൻ ഇനി നിരാഹാരം കിടക്കാൻ പോവാണ്. ഇവിടെ ഇങ്ങനെ ഭക്ഷണം പാഴാക്കി കളയുന്നതിൻ്റെ ആ ഒരു ദോഷമുണ്ടല്ലോ അതിങ്ങനെ അങ്ങ് തീരട്ടെ എന്ന് പറയുന്നു. അങ്ങനെ അലീന നിരാഹാരം കിടക്കുന്നുണ്ട് കേട്ടോ. ഉപവാസം എടുക്കുകയാണ് ഓരോ ദിവസം ഇടപെട്ട്. പക്ഷേ അവധുക്കുട്ടിച്ചാൻ ഇത് സഹിക്കാൻ പറ്റില്ല. കാരണം നിരാഹാരം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ഷീണം ഉണ്ടാവുമല്ലോ. അലീനയുടെ മുഖത്ത് കാണുന്ന ആ ക്ഷീണം അവധുക്കുട്ടിച്ചാൻ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ സ്റ്റാൻലിയോട് പോയി പറയും ആ കൊച്ചിനെ അങ്ങനെ പട്ടിണി കിടത്താനൊന്നും പറ്റത്തില്ല. അത് 10-23 വർഷക്കാലം ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചത്. അതുകൊണ്ട് നീ ഇതിൻ്റെ അകത്തൊരു തീരുമാനം എടുക്കണമെന്ന്. പക്ഷേ മോളുടെ മുമ്പിൽ തോറ്റു കൊടുക്കില്ല എന്ന് സ്റ്റാൻലിയും. പിന്നെ ഒരു ദിവസം രാവിലെ സ്റ്റാൻലി ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പം അലീന അവിടെ ഇല്ല. അലീന ഭക്ഷണം കഴിച്ചില്ല, ഉച്ചയ്ക്ക് കഴിച്ചില്ല, വൈകിട്ടും കഴിക്കാതെയാകുമ്പോഴത്തേക്കും സ്റ്റാൻലിക്കും ചെറിയ ബുദ്ധിമുട്ടായി തുടങ്ങി. എങ്കിലും സ്റ്റാൻലി ആദ്യമൊന്നും അത് വലിയ കാര്യമാക്കിയാലേ ഒന്നിടവിട്ടാട്ടോ ഉപവാസം. പിറ്റേ ദിവസം ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോഴും കുറച്ച് ഭക്ഷണം കഴിക്കുന്നുള്ളൂ. അപ്പോൾ അതെന്താ അങ്ങനെ കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല ഭക്ഷണം കുറച്ച് കൊണ്ടുവരണമല്ലോ, അടുത്ത ദിവസം ഉപവാസം എടുക്കാനുള്ളതല്ലേ. ഇന്ന് ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ നാളെ അതിനനുസരിച്ച് വിശക്കൂലേ, അതുകൊണ്ട് ഒന്ന് നിയന്ത്രിച്ചേ കഴിക്കുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അലീനയ്ക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടി അവധുക്കുട്ടിച്ചായനും പറയും ഞാനും നിൻ്റെ കൂടെ ഉപവാസം എടുക്കുവാന്ന്. പക്ഷേ ഒരു നേരം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴേക്കും അവധുക്കുട്ടിച്ചായൻ ആകെ അങ്ങ് ക്ഷീണിക്കുവേ. അത് കഴിഞ്ഞ് സ്റ്റാൻലി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ അവധുക്കുട്ടിച്ചായനും കൂടെ വന്നിരിക്കും. എന്നിട്ട് പറയുന്നുണ്ട് എടാ നിനക്ക് ആ കുഞ്ഞിനെ നേരാവണ്ണം നോക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനെ അങ്ങ് തിരിച്ചു കൊണ്ടുവിട്ടേരെ. അത് 10-23 വർഷം കഷ്ടപ്പെട്ട് ജീവിച്ചതാണ്. ഇനി ഇവിടെ വന്നിട്ടും അത് ഉപവാസം കിടക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ മുഖമൊക്കെ അങ്ങ് മങ്ങി കവളൊക്കെ ഒട്ടിപോലെയായി 2 ദിവസം കൊണ്ട്. അതിനെ ഇങ്ങനെ ഇട്ട് എന്തിനാണ് കഷ്ടപ്പെടുത്തുന്നത്, നീ അങ്ങ് തിരിച്ചു കൊണ്ട് വിട്ടേരെ എന്നൊക്കെ പറയുവാണ്. സ്റ്റാൻലിക്ക് എന്തെങ്കിലും വിഷമം തോന്നുവാണെങ്കിൽ അങ്ങ് തോന്നിക്കോട്ടെ എന്ന് ഓർത്ത് മനഃപൂർവ്വം പറയുന്നതാണ് അവധുക്കുട്ടിച്ചായ. ഇത് കേൾക്കുന്ന സ്റ്റാൻലി പറയും അത് അവൾ സ്വന്തമായിട്ട് എടുത്ത തീരുമാനമല്ലേ, അല്ലാതെ അവളെ ഇവിടെ ആരും പട്ടിണിക്ക് ഇട്ടിട്ടില്ലല്ലോ എന്ന്. അന്നേരം പിന്നെയും പറയുവാണ് നീയുമായിട്ട് അവൾ ഒത്തുപോകില്ല എന്ന് നിനക്ക് മനസ്സിലായില്ലേ, ഒരു കാര്യം ചെയ്യാം അവളെ എൻ്റെ കൂടെ പുനലൂർക്ക് വിട്ടേരെ, ഞാൻ അവളെ കൊണ്ട് അങ്ങോട്ട് പോയിക്കോളാം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് അപ്പച്ചന് പോകണമെങ്കിൽ ഈ ചോറൂണും കഴിഞ്ഞ് പുനലൂർക്ക് വിട്ടു, അവിടെ പോയിട്ട് പണിയുള്ളതല്ലേ, അതുകൊണ്ട് അതങ്ങ് ചെയ്താൽ മതി എന്ന് പറയുമ്പം ദേഷ്യം വരും അവധുക്കുട്ടിച്ചായന്. നിൻ്റെ ചോറിനാൻ വേണ്ടിയല്ല ഞാനിവിടെ വന്നിരുന്നത്, ഇതെനിക്ക് വേണ്ടതാനും എന്ന് പറഞ്ഞാൽ തട്ടി അങ്ങ് നീക്കി വെച്ചിട്ട് എഴുന്നേറ്റ് പോകും. എന്നിട്ട് പറയുന്നുണ്ട് നീ നോക്കിക്കോ ഇനി ഞാനും ചിന്നിയമ്മയും ഒറ്റക്കെട്ടാണ് എന്ന്. സ്റ്റാൻലി ഒന്നും മിണ്ടുന്നില്ല, ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകും. അതിനുശേഷം സ്റ്റാൻലി അലീനയെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒന്നിടവിട്ട് ഉപവാസം എടുക്കുന്നുണ്ട്, നല്ല ക്ഷീണമാണ് അലീനയ്ക്ക്. വൈകിട്ട് പുറത്തോടെ നടക്കുന്ന അലീനെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് സ്റ്റാൻലി. അലീനയ്ക്ക് നല്ല ക്ഷീണമുണ്ടെന്നും എന്തൊക്കെയോ വയ്യായിക ഉണ്ടെന്നും ഒക്കെ സ്റ്റാൻലിക്ക് തോന്നുവാണ്. അതുകൊണ്ട് തന്നെ മനസ്സിൽ ചെറിയൊരു വിഷമമൊക്കെ തോന്നിയേ. ഏതായാലും വൈകിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്റ്റാൻലി വരുമ്പോഴും അവിടെ അലീനയില്ല. അന്നേരം സ്റ്റാൻലിക്ക് ആകെ വിഷമമായി. സ്റ്റാൻലി നേരെ അലീനയുടെ റൂമിൽ വന്ന് നോക്കുന്നു. അന്നേരം അലീന കിടക്കും കേട്ടോ, പൊതച്ചുമൂടി കിടക്കുവാണ്. അന്നേരം അലീനയോട് ഭക്ഷണം കഴിക്കാൻ എഴുന്നേറ്റ് വരാൻ പറയുന്നു. അന്നേരം അലീന പറയും എനിക്ക് ഭക്ഷണം വേണ്ടാന്ന്. എന്നാൽ ഞാനും കഴിക്കുന്നില്ല എന്ന് സ്റ്റാൻലി പറയുമ്പോൾ അലീനയ്ക്ക് ആകെ വിഷമേ വേണ്ട ഞാൻ വരാം എന്ന് പറഞ്ഞ് കൂടെ ചെല്ലും. എന്നിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വന്നിരിക്കുക. അന്നേരം ഭക്ഷണം കഴിക്കാൻ പറയുമ്പം അലീന പറയും എനിക്ക് വേണ്ട പാപ്പാന്ന്. അന്നേരം സ്റ്റാൻലി അവിടെ അങ്ങ് കീഴടങ്ങുവാണ്. സ്റ്റാൻലി പൗലോസിനെ വിളിക്കും. എന്നിട്ട് പറയുന്നുണ്ട് ഈ ഇരിക്കുന്നത് എൻ്റെ മകളാണ്, ഇനി തൊട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവൾ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ മതി, അവൾ പറയുന്നതനുസരിച്ച് നീ കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറയുവാണ്. അത് പൗലോസിന് ഭയങ്കര ഒരു തിരിച്ചടിയായേ. പൗലോസിന് ഭയങ്കര വിഷമമായി, പക്ഷേ ഭയങ്കര സന്തോഷമായി അലീനയ്ക്ക്. അലീന താങ്ക് യു പപ്പ എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് സ്റ്റാൻലി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കും എന്തോ ഭയങ്കര വിഷമം അലീനയ്ക്ക്. അലീന അടുത്ത് പോയി കയ്യിലൊക്കെ പിടിച്ചിട്ട് സോറി പപ്പ, ഞാൻ പപ്പയ്ക്ക് എതിരെ സമരം ചെയ്തില്ലേ, സോറി എന്ന് പറയുമ്പോൾ അപ്പോൾ അത് സമരമായിരുന്നു നീ സമ്മതിച്ചല്ലേ എന്ന് ചോദിക്കും. അന്നേരം നല്ലതിന് വേണ്ടിയല്ലായിരുന്നോ എന്ന് ചോദിക്കും. എന്നാൽ ഭക്ഷണം എടുത്ത് കഴിക്കുക എന്ന് പറയുമ്പം എനിക്ക് പപ്പ തരുന്ന ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ എൻ്റെ ഉപവാസം അവസാനിപ്പിക്കാം എന്ന് പറയുമ്പം സ്റ്റാൻലി ഫോർക്ക് കൊണ്ട് ഒരു ഓംലേറ്റിൻ്റെ പീസ് എടുത്ത് കൊടുക്കാൻ തുടങ്ങുവാണേ. അന്നേരം അങ്ങനെ വേണ്ട, എനിക്ക് പപ്പയുടെ കൈ കൊണ്ട് തന്നാൽ മതി, ജീവിതത്തിൽ ആദ്യമായിട്ട് പപ്പ മോൾക്ക് തരുന്ന ഭക്ഷണമാണ് എന്ന് പറയുമ്പോഴത്തേക്കും അലീന പറഞ്ഞ പോലെ തന്നെ കൈകൊണ്ട് അതെടുത്ത് വായി വെച്ച് കൊടുക്കും. അലീനയ്ക്ക് ഭയങ്കര
സന്തോഷം. അതുപോലെ അലീനയും അതിൽ നിന്ന് കുറച്ചെടുത്ത് സ്റ്റാൻലിയുടെ വായിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇത് പപ്പയ്ക്ക് മോൾ ആദ്യമായിട്ട് തരുന്ന ആട്ടോ എന്ന് പറഞ്ഞ്. സ്റ്റാൻലിക്ക് മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. സ്റ്റാൻലി അത് മേടിച്ച് കഴിക്കും. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു നല്ല സ്നേഹവും ഒരു കരുതലും ഒക്കെ അറിഞ്ഞ ഒരു സന്തോഷം സ്റ്റാൻലിയുടെ മുഖത്തുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് അവധുക്കുട്ടിച്ചായൻ ഡൈനിങ് ടേബിളിൻ്റെ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. അവധുക്കുട്ടിച്ചായൻ അലീനയുടെ സ്നേഹത്തിന് മുന്നിൽ സ്റ്റാൻലി തോറ്റു കൊടുക്കുന്നതും ആ അച്ഛൻ്റെയും മോളുടെയും സ്നേഹവും ഒക്കെ കാണുന്നു. അവധുക്കുട്ടിച്ചായൻ്റെയും കണ്ണ് നിറഞ്ഞു വരുന്നുണ്ട്.